ശരത്കുമാർ, ഇത്രയും തെളിവടക്കം ഇപ്പൊ കമ്മീഷൻ ഇവരെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിച്ചോ പേടിപ്പിച്ചോ മൊഴിയെടുക്കുന്നതല്ല. ഇപ്പോൾ ഡാൻസർമാരോട് ഈ കാര്യങ്ങൾ ആരായാൻ വേണ്ടി ഡാൻസർമാരോട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ജസ്റ്റിസ് ഹേമ. അതിനുശേഷം ജസ്റ്റിസ് ഹേമ അതിൽ ചോദിക്കുന്നു, ഞാൻ ഈ കമ്മീഷൻ്റെ ആളാണ്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ചിതറി ഓടും മട്ടിൽ ആ ഡാൻസർ ഗ്രൂപ്പ് എല്ലാവരും എക്സിറ്റ് ആവുകയും അതിൽ ഹേമ മാത്രമേ ബാക്കിയാവുകയും ചെയ്ത കാര്യം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടാത്തവർക്ക് അങ്ങനെ പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ആ സൗകര്യം ഉണ്ടായിരുന്നിരിക്കെ 64 പേരെങ്കിൽ 64 പേർ വന്ന് തെളിവടക്കം മൊഴി നൽകുന്നതിന് അർത്ഥം എന്താണ്? ശരത്കുമാർ, ഇവർക്ക് പോലീസിലേക്ക് പോയാൽ പേടിയുണ്ട്. അതിന് കാരണം എന്താണ്? അവരുടെ മുന്നനുഭവം വെച്ച് ഈ പറഞ്ഞ പാർവതി തിരുവോത്തിൻ്റെ ആക്രമിക്കപ്പെട്ട നടിക്ക് കൂടെ നിന്ന നടിയുടെ അവസ്ഥ മുന്നനുഭവമാണ്. പാർവതി തിരുവോത്തിൻ്റെ സിനിമയിലെ പിന്നീടുള്ള അവസ്ഥ മുന്നനുഭവമാണ്. രമ്യ നമ്പീഷിൻ്റെ അവസ്ഥ അടക്കം മുന്നനുഭവമാണ്. അവരെ മുച്ചൂട് മുടിക്കും എന്നവർ ഭയക്കുന്നു. ആ ഭയം ഉണ്ടാവാൻ കാരണം നമ്മുടെ സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മയും പരാജയവുമാണ്. ആ പരാജയത്തിന് അവരിനിയും പോലീസിൽ പരാതി കൊടുക്കണം എന്ന് വാശി പിടിക്കുന്നത് ധാർമ്മികമാണോ ശരത്കുമാർ? അല്ല, എനിക്ക് സിനിമ കിട്ടിയത് പറഞ്ഞ് പോലീസ് പരാതിപ്പെടുത്ത കേസെടുക്കാൻ പറ്റത്തില്ല. അതിന് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അങ്ങനെ പ്രവർത്തിക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർക്ക് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി കൂടുതൽ സംവിധാനം ഉണ്ടാക്കണം. സർക്കാർ അതിന് അവരെ സാമ്പത്തികമായി സഹായിക്കണം. അതിന് ഹേമ കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിച്ചതിൻ്റെ ഉദാഹരണം മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ ഇന്നത്തെ മുഴുവൻ ചാനൽ ചർച്ചയിലും പച്ചക്കള്ളം പറഞ്ഞ എന്താണ്? കേസെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞോ? എൻ്റെ എല്ലാ ഉത്തരവിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട MLA ഒരു റിപ്പോർട്ടർ ചാനലിൽ ചർച്ച പങ്കെടുക്കുന്നത് കണ്ടു. കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഒരു കോടതിയും പറഞ്ഞില്ല. കോടതിയുടെ മുമ്പ് ഇല്ലാത്ത ഒരു തന്നെയാണ് കേസെടുക്കാൻ പറയുന്നത്. ഈ 64 പേര് മൊഴി കൊടുത്ത ഏതെങ്കിലും ഒരാൾ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടുവന്ന് നാളെ ഇത് ഒഴിവാക്കണമെന്ന ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയിലൂടെ ഒരാളോടെങ്കിലും കോടതി വഴി ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു പോലീസുകാരനെങ്കിലും ഇന്നയാളുടെ അടുത്ത് പോയിട്ട് ചോദ്യം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പന്തീരാങ്കാവിലെ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസെടുക്കണമെന്ന് പറഞ്ഞു. SI സമ്മതിച്ചില്ല. ആ SIയെ സസ്പെൻഡ് ചെയ്തു. കേരളത്തിലെ പോലീസ് അങ്ങനെ പ്രവർത്തിച്ചില്ലേ? സസ്പെൻഡ് ചെയ്യും പിണറായി സർക്കാർ. ഏതെങ്കിലും ഈ 64 പേരിൽ ഒരാളുടെ പേര് പറയൂ. ഞാൻ ആരുടെ പേര് പറയാൻ ആവശ്യപ്പെടുകയല്ല. ഒരാളെങ്കിലും ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്തൊരു നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കുളിഞ്ഞിരുന്ന് നിയമ നടപടി നടത്താൻ പറ്റുമോ? ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം അങ്ങ് മനസ്സിലാവാത്ത എന്താണ്? ഏത് വ്യക്തിയുടെ പേര് ഹാഷ്മിയുടെ മുമ്പിൽ? അവർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ടല്ല സർ, പേടിയായതുകൊണ്ടാണ്. ഹാഷ്മിയുടെ മുമ്പിൽ എന്താ ഉള്ളത്? തെളിവുണ്ടെന്ന് പറഞ്ഞു. ആർക്കെതിരെ തെളിവുള്ളത്? പറയട്ടെ ഹാഷ്മി. നിങ്ങൾ വേറെ പറയാം. നിങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞു, തെളിവുണ്ട്. ആർക്കെതിരെ തെളിവുണ്ട്? പിന്നെ പെൺഡ്രൈവിൽ എന്താണ്? വ്യക്തിക്കെതിരെ കേസെടുക്കണം. പോലീസ് കേസെടുക്കുന്ന വ്യക്തിക്കെതിരെ അല്ലേ? പെൺഡ്രൈവിൽ എന്താ ഉള്ളത്? എന്താന്ന് നോക്കണം. ഓഡിയോ ക്ലിപ്പിൽ എന്താണുള്ളത്? ആരാണ് നോക്കേണ്ടത്? ഇപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ മുന്നിൽ വെച്ച വിവരം അനുസരിച്ച് ഒരു കാര്യം മനസ്സിലാക്കൂ. അത് അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഹേമ കമ്മിറ്റി മുമ്പാകെ കുറെ മൊഴികൾ വന്നിരിക്കുന്നു. ആ മൊഴികൾ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഇപ്പുറം പോകാൻ സർക്കാരിന് ഇപ്പോൾ അധികാരമില്ല എന്ന് ഹൈക്കോടതി സോളാർ കേസിൽ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൊണ്ടുണ്ട്. സോളാർ കേസിലെ എല്ലാ സാക്ഷികളും അവസാന സമയം അങ്ങയുടെ സമയത്ത് ഇടപെടുകയല്ല ശരത്കുമാർ. അങ്ങ് വാദിക്കുന്ന വാദത്തിന്റെ പൊള്ളത്തരം അങ്ങേക്ക് തന്നെ നന്നായി അറിയാം. അങ്ങ് വാദിക്കുന്ന വാദങ്ങളുടെ പൊള്ളത്തരം അങ്ങേക്ക് തന്നെ നന്നായി അറിയാം. പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ സർക്കാർ പാവപ്പെട്ട നിങ്ങളെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ അങ്ങനെ രക്ഷകനൊന്നും ആകണ്ട. ഹാഷ്മി രക്ഷകനൊന്നും ആകണ്ട. ഇവിടെ മാധ്യമപ്രവർത്തകർ അല്ല കുറേ പേര് രക്ഷകന്മാർ അവതരിക്കേണ്ട. ഈ സർക്കാർ തന്നെയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ സർക്കാർ തന്നെയാണ് വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇവിടെ നിൽക്കുന്നത്, നാളെയും നിൽക്കാൻ പോകുന്നത്. പുതിയ രക്ഷക വേഷമൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ തെളിവുണ്ടെന്ന് പറഞ്ഞു. എന്ത് തെളിവ്? തെളിവുണ്ട് വേണം. അത് അൺചലഞ്ചഡ് ആണോ? ക്രോസ് വിസ്താരം നടത്തി കേട്ടോ. ഹേമ പറയുന്നു, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന മൊഴികൾ ചുമ്മാതെ എഴുതി വെച്ചതല്ല, തെളിവ് സഹിതമാണ് എന്ന് ഹേമ പറയുന്നു. അതിനപ്പുറം ഉണ്ടോ? ആയിക്കോട്ടെ. ആ തെളിവിനെ സംബന്ധിച്ച് നിയമം പറയുന്നത്, രാജ്യത്തെ നിയമം ഞാൻ പറയണത്. ആ രാജ്യത്തെ നിയമം എന്താണ്? ക്രോസ് വിസ്തരിക്കപ്പെടാത്ത തെളിവാണ്. ആ തെളിവ് എന്തിനാണ് കണക്കിലെടുക്കുന്നത്? ആ കമ്മിറ്റിയുടെ നിഗമനങ്ങൾക്ക് കണക്കിലെടുത്തിരിക്കുന്നു. നിഗമനങ്ങൾ എന്താണ്? ഭാവിയിൽ ഇത്തരം അസൾട്ടുകൾ ഉണ്ടാകുന്ന തടയണം. ഞാൻ എൻ്റെ ഇരിക്കുന്ന വായിച്ച് കേൾപ്പിക്കണോ? 7-ാമത്തെ 8-ാമത്തെ വായിച്ചു നോക്കിയേ. ഇത്തരം അസോൾട്ടുകൾ ഉണ്ടാകുന്ന തടയാൻ നടപടി സ്വീകരിക്കണം. ബാത്റൂം വേണം, ലാബറട്ടറീസ് വേണം, മറ്റ് സംവിധാനങ്ങൾ വേണം. അതൊക്കെ എൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ നടപ്പാക്കുമെന്നല്ലേ സർക്കാർ പറയുന്നത്. പ്രശ്നം എന്താണ്? ഇന്നലെ വരെ ഉണ്ടായ സംഭവങ്ങളിൽ ക്രിമിനൽ കേസ് വേണോ വേണ്ടയോ? ചോദ്യം. എൻ്റെ അഭിപ്രായം വേണമെന്നാ. ഒരുത്തരം വെറുതെ വിടുന്ന എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം നടപ്പാക്കണേയുള്ള മാർഗം എന്താണ്?
അത്തരം ഒരു തെറ്റിന് ഇരയായിത്തീർന്ന ഒരാൾ നീതിന്യായ വ്യവസ്ഥയിൽ വരാതെ എങ്ങനെ നടപടി സ്വീകരിക്കും? പന്തീരാങ്കാവിലെ നവവധുവായ പെൺകുട്ടി വന്ന് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തതുപോലെ മൊഴി കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ അവരോടൊപ്പം കേരളത്തിലെ 3.5 കോടി മനുഷ്യരും അവരോടൊപ്പം കേരള സർക്കാരും നിൽക്കും. ഒരാൾ തയ്യാറായില്ല എങ്കിൽ ചർച്ച ചെയ്യാവുന്നല്ലാതെ യാതൊരു കാര്യമില്ല. നിയമമാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ റെക്കമെൻഡേഷൻ 100% നടപ്പാക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ സർക്കാരിന് അവരുടെ പവർ ഉപയോഗിക്കാൻ ഒരു അവസരമുണ്ടല്ലോ. ആ പവർ ആവിയായി പോയോ? വനിതാ കമ്മീഷൻ എന്താ ഇവരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ മൊഴിയെടുത്തുകൂടെ? അതിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ? അവർക്ക് ഇത്തരത്തിലുള്ള വഴികളുണ്ടല്ലോ. ഈ വഴിയെ കുറിച്ച് സംസാരിക്കാൻ അടഞ്ഞ അധ്യായത്തിൽ വഴികളുണ്ട്. ശരി, നമ്മുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ കെ. കുമാർ, അങ്ങ് ഈ നിയമത്തിന് നൂലുകൾ പരിശോധിക്കുകയും അല്ലെങ്കിൽ പരാതി വേണമെന്ന് ചെയ്യുമ്പോൾ ആലോചിക്കൂ, അതൊരു മാഫിയ സംഘം എന്ന് പറയുന്നത് സർക്കാർ വെച്ച് പഠിച്ച ഒരു കമ്മീഷൻ പറഞ്ഞതാണ്. ആ മാഫിയ സംഘത്തിന് എന്തിനും കരുത്തുള്ളവരാണ് ഇവർ വെളിപ്പെടുത്താതിരുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല, അത്രമാത്രം മാരകശേഷിയുള്ളവരാണെന്ന് പറയുന്നതും ജസ്റ്റിസ് ഹേമ തന്നെയാണ് പറയുന്നത്. ആ ശേഷിയുള്ളവർക്ക് മുന്നിൽ കൊന്നുകളയും എന്ന് തന്നെ പേടിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ അവർ പൊതുസമൂഹത്തോട് വന്നു പോലീസിനോട് പരാതി പറയണം, എന്നാൽ മാത്രമേ കേസെടുക്കൂ എന്നതാണെങ്കിൽ രക്ഷകവേഷം നിങ്ങൾ കെട്ടണ്ട സാർ.